അൽഹര ഇതാണ് ഈ ഒരു ഹോട്ടലിൻ്റെ പേര്. ഏകദേശം 4.4 റേറ്റിംഗ് കൊടുത്തിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണത്. സോ എന്താണെങ്കിലും ഇത്രയും ഹൈപ്പ് കൊടുക്കുന്ന റെസ്റ്റോറൻറ്റിനെ പോയി ട്രൈ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. സോ നമ്മളും പോയി ട്രൈ ചെയ്തു. ഏകദേശം 4 കിലോമീറ്ററോളം ദൂരമുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന്. പക്ഷേ എത്ര ദൂരമാണെങ്കിലും ശരി നമ്മൾ ട്രൈ ചെയ്യാൻ വിചാരിച്ചാൽ നമ്മൾ ട്രൈ. സോ എന്താണെങ്കിലും നമ്മൾ ചിക്കൻ ബിരിയാണിയൊക്കെ ട്രൈ ചെയ്ത് നോക്കി. നല്ല നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. 2 പേർക്ക് എന്താണെങ്കിലും കഴിക്കാൻ പറ്റുന്നൊരു ക്വാണ്ടിറ്റി ആയിരുന്നു. ഇത് കണ്ടില്ലേ, 2-3 പീസേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരുപാട് മസാല ഉണ്ടോയെന്ന് ചോദിച്ചാൽ മസാലയില്ല. പക്ഷേ നല്ലൊരു ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മൾ അവിടുന്ന് ഒരു ചിക്കൻ കറി ട്രൈ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ആ ചിക്കൻ കറിയുടെ പേരാണ് ചിക്കൻ ജഹാംഗീരി. നല്ല അടിപൊളി പേരല്ലേ. അതിൻ്റെ പേര് കേട്ടിട്ടാട്ടോ ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ എന്താണെങ്കിലും നല്ലൊരു നമ്മുടെ ഫ്രഷ് ഇഞ്ചീൻ്റെ ഒക്കെ ടേസ്റ്റുള്ള നല്ലൊരു ഗ്രേവി ആയിരുന്നു. അത് കീമ ആയിരുന്നു. ചിക്കൻ പീസസൊക്കെ ചെറുതായിട്ട് കൊത്തി നുറുക്കിയിട്ടുള്ള ഗ്രേവി. അത് നല്ല അടിപൊളി ഗ്രേവി ആയിരുന്നു. അതിങ്ങനെ കൊത്തി നുറുക്കിയതുകൊണ്ടാവാം നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളത് അവരുടെ മട്ടൻ ആയിരുന്നു. മട്ടൻ നല്ല അടിപൊളി ഇങ്ങനെ ഉതിർന്ന് വരുന്ന പോലത്തെ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു മട്ടനായിരുന്നു. പിന്നെ അവിടുത്തെ ഏറ്റവും കൂടുതൽ അവർ ട്രൈ ചെയ്യുന്നത് ഒരു ഈ മുഗളായി സ്റ്റൈലുള്ള ചിക്കൻ ഗ്രേവീസ്, മട്ടൻ ഗ്രേവീസ് ഒക്കെയാണ്. അവർ മെയിനായിട്ടും മുഗളായി ഡിഷസാണ് ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തൻറ്റിക് ഒരു ടേസ്റ്റ് ആയിരുന്നു അടുത്തത്. എന്താണെങ്കിലും പ്രതീക്ഷിച്ചതിനെക്കാട്ടും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ. ഞാൻ അവിടുത്തെ ഡെസേർട്ടൊന്നും ട്രൈ ചെയ്തിട്ടില്ല, കാരണം ഐ എം നോട്ട് എ ഡെസേർട്ട് പേഴ്സൺ. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. നമ്മൾ അവിടുത്തെ നോൺ വെജിന് കഴിച്ച് അതീവ സന്തുഷ്ടരായിട്ടാണ് പോന്നിട്ടുള്ളത്. എന്താണെങ്കിൽ 4.4 കൊടുക്കാനുള്ള റേറ്റിങ്ങിലൊക്കെ